ഇന്നതാ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ എവരി ഫ്രൈഡേ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. ഇതുപോലെ വന്നിട്ടുള്ളത് അൽവാദ മാളിലാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് ബേബി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് വീഡിയോസ് എടുത്താണ്. ചില സമയത്ത് ഇവിടെ നല്ല ക്ലിയറൻസ് സെയിൽ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത്. ഇനിതാ ഏറ്റവും വലിയ ടാസ്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കല്. അത് ഒത്തിരി നോക്കി, പക്ഷെ ഒന്നും കംഫർട്ടബിൾ ആയിട്ടുള്ളത് കിട്ടാത്തതുകൊണ്ട് തന്നെ എല്ലാം അവിടെ നിന്ന് ന്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ പഴയ നൊസ്റ്റാൾജിക്ക് ഒന്ന് എടുത്ത് നോക്കി കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഇതാ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോഴാണ് കേട്ടോ ഇത്രയും ബേഗിന്റെ കളക്ഷൻ അവിടെ കണ്ടത്. അപ്പം പിന്നെ അതൊന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ച്. നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും എന്താ പറയാ, കാണാനും അതൊരു രസമല്ലേ, ഭയങ്കര ക്രേസ് ആണല്ലേ ബേഗിനോട്. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ എന്താ പറയാ, അത്യാവശ്യം നല്ല ഷോപ്പ് ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കുറച്ച് കോസ്റ്റ്ലിയാണ് അവിടുത്തെ. പിന്നെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് എനിക്കല്ല കേട്ടാ, കൂടെ ഉള്ള 2 പേർക്കാണ്. അതാണെങ്കിൽ അതിലും വലിയ കഥയാണ് കേട്ടാ. കാരണം മേക്കപ്പ് സാധനങ്ങൾ തീരെ യൂസ് ആക്കാത്ത 2 പേരാണ് കൂടെ ഉള്ളത്. ഒരാളിതാ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ആദ്യമുള്ള കൺസേൺ ആയിരുന്നു, എന്താണോ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് അത് ആദ്യം മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ അടുത്ത ആള് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ട്രയലിന് വെച്ചിട്ടുള്ള ഏകദേശം എല്ലാ ലിപ്സ്റ്റിക്കും നോക്കിയിട്ടുണ്ട് കേട്ടോ. വാങ്ങിക്കാൻ വന്നത് അവർക്കാണെന്നുണ്ടെങ്കിലും ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാജലും അതുപോലെ തന്നെ ഐബ്രോ ഷെയ്ഡിങ് ആയിരുന്നു. അവർ പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ബില്ല് എന്താണെന്നുണ്ടെങ്കിലും 600 സംതിങ് ദിറംസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫുഡ് കഴിക്കാനായിട്ട് ബർഗർ കിങ്ങിലേക്കുള്ള പോക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല റഷ് ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നേരെ വിട്ടു അൽബേക്കിലേക്ക്. അവിടെ നമ്മൾ ഇതുപോലെ വീക്കെൻഡിൽ ഇടയ്ക്കൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ നമ്മുടെ ആകെയുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കലാണ്. ഇപ്പം ടൈം എത്രയാണെന്ന് അറിയോ? രാത്രി 11:30 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നുണപറച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ കെട്ടിയമാരെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ അവരുടെ കൂടെ തിരിച്ച് റൂമിലേക്ക് തന്നെയുള്ള യാത്രയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഇൻഷാല്ല അടുത്ത നല്ലൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.